നമ്മൾ ഇന്നുള്ളത് ഗ്രാജുവേഷൻ വ്ലോഗുമായിട്ടാണ്. ഗ്രാജുവേഷൻ എന്റെ ഹസ്ബൻഡ് ആണ്. 2 മാസത്തെ ക്രാഷ് കോഴ്സിന് ഞാൻ വിട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ബേദ്രാജുവിന്റെ ഈ സ്വഭാവം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ കയറാൻ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ള എൻ്റെ ഹസ്ബൻഡിനോടാണ്. അപ്പോൾ എനിക്കിവിടെ UK വരാനും ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു 2 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആയിരുന്നു. ആൻഡ് അത് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് എനിക്കിതാ തൊപ്പിയും ഇതുമൊക്കെ കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. ഐ ആം ഗ്രാജുവേറ്റഡ്. എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. കൈയൊന്നും ഇതിൻ്റെ അടുത്ത് താങ്ക് യു ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്, വാക്കുകൾ കിട്ടുന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ ഞാൻ അയച്ച് അശ്വിന് കൊടുക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഗ്രാജുവേഷൻ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കോളേജിൽ നിന്ന് നേരെ ഇറങ്ങി കോവിഡ് കൊണ്ടുപോയി എൻ്റെ ഗ്രാജുവേഷൻ. പിന്നെ അബിക്ക് ഇവിടെ ഒന്ന് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ ഈ തൊപ്പിയും ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ അശ്വിൻ അത് ഊരി തന്നു. അവനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ ചേഞ്ച് എൻ്റെ കൂടെ സഹകരിച്ച 2 സൂട്ടിട്ട വ്യക്തികൾക്കും നന്ദി, നമസ്കാരം. ഒരു സൂട്ടിട്ട് വേണ്ടായിരിക്കുന്നു, മറ്റവൻ അതിനകത്ത് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങോട്ട് ബാക്ക് ടു ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടീൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ആണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ. എൻ്റെ അല്ല, പക്ഷേ എനിക്കോ അബിക്കോ അതിനുള്ള ഭാഗ്യം കോളേജ് വെച്ചുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്. അവൻ 2 ഗസ്റ്റുകളെ കൊണ്ടുവരാം. അപ്പം നമ്മളെ 2 പേരെയാണ് അവൻ ചൂസ് ചെയ്തത്. ആൻഡ് അബി ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്തപ്പോഴത്തേക്ക് അവന് ഗ്രാജുവേഷനൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആ ഒരു സംഭവം എങ്ങനെയാണെന്നൊരു എക്സ്പീരിയൻസേ കിട്ടിയിട്ടില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ അവർ 2 പേരും റെഡി ആയിട്ടുണ്ട്, ഞാനും റെഡി ആയിട്ട് ഉണ്ട്. നിങ്ങളെ കാണിക്കാം ഡ്രസ്സൊക്കെ വെളിയിൽ ചെന്നിട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റ് കല്യാണത്തിൻ്റെ ഒരു ഇവൻറ്റിന് ഇട്ട് സേവ് ദ ഡേറ്റ് കൈൻഡ് ഓഫ് ഫോട്ടോഷൂട്ടിനെ അടുത്താണ്. ഇത് നൈക്കയിൽ മേടിച്ചൊരു ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദാ ഗൈസ്, ഇവന്മാരെല്ലാം റെഡി ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. റെഡി ആയി കഴിയത്തേ ഇല്ല. ഹലോ, ഇത് ആരുടെ ഗ്രാജുവേഷൻ? അവനൊരു സ്പേസ്. ഇതാണ് അശ്വിൻ. അപ്പോൾ ഇവനാണ് ആസ്റ്റണിൽ ഇന്ന് ഗ്രാജുവേഷൻ ഉള്ളത്. നമ്മുടെ റൂമെല്ലാം മെസ്സായി കിടക്കുവാണ്. നമ്മളിവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇതിൻ്റെ കൂടെ ഇടാൻ ഷൂസോ ചെരുപ്പോ ഒന്നുമില്ല. ഷൂസ് ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല കോമഡി ആയിരിക്കും. അപ്പം എൻ്റെ ആകെ ഒരു ചെരുപ്പേ ഉള്ളു കാര്യം. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിട്ടുകൊണ്ട് പോകുന്നു, അതിൻ്റെ അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം എന്നൊക്കെയാണ്. ചിലപ്പോൾ ഇതായിട്ട് തന്നെ പോവും. നമുക്കിപ്പോൾ ഒട്ടും ടൈം ഇല്ല, നമുക്കിനി വെളിയിൽ പോയിട്ട് ബാക്കി ഇൻട്രോ എടുക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഗ്രാജുവേഷൻ വ്ളോഗ്. താങ്ക് യു സോ മച്ച് അബിച്ച, താങ്ക് യു സോ മച്ച് ഗായ്സ്. നിങ്ങളുടെ ഒന്നും സപ്പോർട്ടും പ്രാർത്ഥനയും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വരെ എത്താൻ പറ്റത്തില്ലായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. കാണത്തൊന്നുമില്ല. ആൻഡ് ഗൈസ്, ഗ്രാജുവേഷന് പോകുന്നവൻ ബാക്കിലേക്കാണ്. ഓക്കെ, ബൈ. ഗൈസ്, ഞാൻ വലിയ കാര്യത്തിൽ ഒരുങ്ങി കേട്ട് ഇറങ്ങിയപ്പോൾ മഴ. നാളിനി ഒരു 2 മിനിറ്റ്സിൽ റെയിൽവേ സ്റ്റേഷൻ എത്തും. താങ്ക് യു. We will be calling at Canley. ഗ്രാജുവേഷൻ അശ്വിന്റെ ആണെങ്കിലും ഞങ്ങൾക്കാണ് ഫുൾ ഇളക്കം. ഞാനിവിടെ ക്യാമറ. അങ്ങനെ ഫൈനലി നമ്മൾ ബർമിംഗ്ഹാം എത്തി ഗൈസ്.
ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോർ ആണ് ഈ കാണുന്നത്. ഞാൻ ഏതോ ഹോട്ടലാണ്. അപ്പോൾ ഹോട്ട് ന്യൂസ്, ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വീട്ടിൽ പോകും. ഗൈസ്, അങ്ങനെ നമ്മൾ ആസ്റ്റൺ യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൻ കോട്ടും സൂട്ടും സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോയിരിക്കുകയാണ്. ഞങ്ങളിതാ കൂടാരത്തിൽ മുട്ടയോ നമ്മളിവിടെ വെയിറ്റിംഗ് റൂമിലിരിക്കുകയാണ്. ഭയങ്കര കംഫർട്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. ട്രെയിനിൽ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇവിടെ ഒക്കെ ഒന്ന് കാണിക്കാം. ഇവിടുത്തെ സ്റ്റുഡൻസ് സ്റ്റഡി റൂമാണ്. പാട്ടൊക്കെ തുടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചയോ വന്ന് സുന്ദരൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ലുക്കായി, പ്രോ ലുക്കായി. Thank you so much. ഗൈസ്, അശ്വിൻ വലിയ ഡയലോഗൊക്കെ പണ്ടടിച്ചതാ. മുണ്ടൊക്കെ കൊടുത്ത് വരുമെന്ന്. എന്നിട്ട് എന്ത് എന്നിട്ട് ഞങ്ങളിപ്പോ ഒരാളെ സ്പോട്ട് ചെയ്തു. Please do follow their guidance as needed. Now, phones. Most of us will have one with us today. Please, and find out what's next for you with our Aston for Life programme. And that's it from me. Above all, please do enjoy your day. You've earned it. We are incredibly proud of our graduates. Congratulations. Get the honorary degree. Aston prides itself on awarding honorary degrees. In each ceremony, there are usually over 200 graduates. Guys, നമ്മൾ കേറിയിരിക്കുകയാണ്. ഈ ഒരു ഹാഫ് ഹൗസും കൂടെ ഉണ്ട്. നമ്മൾ കൊടുക്കാത്ത Welcome to the Aston University graduation ഇരിക്കാൻ വേണ്ടിയിട്ട് I'm Kerry. സൂട്ടോ ഒക്കെ ഇട്ട് ഗ്രാജുവേഷൻ വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ പൃഥ്വിരാജിന്റെ ഈ സ്വഭാവം. ശരിക്കല്ല, ഇത്രയും വലിയൊരു പരിപാടി
ബെസ്റ്റ് ഫ്രണ്ടിന്റെ പരിപാടി നടന്നിട്ട് തുടങ്ങിയില്ലല്ലോ, പരിപാടി തുടങ്ങട്ടെ. ഞാൻ ചത്ത്. നന്നായിപ്പോയി. നിർത്ത്, ഇനി നിർത്ത്. These cover the rooms and protocols, the academic procession and ceremony, what actually... Whether you are graduating or you're a family member or friend, you are all extremely welcome. As indeed are the guests and friends of the university who have joined us for this ceremony today on campus and online. Our 2024 graduations are the largest we have ever held, across 24 ceremonies of Gintala. Ricardo Pacena Sebastião Ferreira. Ashwin Mariathu Krishnakumar. Kamal Pranal Patel. And the award goes to അവരെ കണ്ടിട്ടുണ്ട്, അവരെ ഫോണില്ല. അതെ ഞാൻ കണ്ടു. സോ നമ്മളിങ്ങനെ ചുമ്മാ ഇവിടെ ചില്ല് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ഗ്രാജുവേറ്റഡ് ബോയ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. ആൻഡ് അബീത് രാജീവ് ഷാമ്പയിൻ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തന്റെ ഗ്രാജുവേഷൻ അല്ല, മുതലാക്കാൻ വന്നതാണ് ആസ്റ്റണി കൊടുത്ത പൈസ. വെളി നല്ല മഴയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് VXTales. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഗ്രാജുവേഷൻ വ്ളോഗുമായിട്ടാണ്. ഗ്രാജുവേഷൻ എൻ്റെ അല്ല ഗൈസ്, ഞങ്ങളുടെ ഫ്രണ്ട് അശ്വിൻ രാധാകൃഷ്ണന്റെ ആണ്. അശ്വിന്റെ ആണ് ഈ ഗ്രാജുവേഷൻ. പക്ഷേ ഫുൾ ഗെറ്റപ്പും എല്ലാ രീതിയിലും ഓവർടേക്ക് ചെയ്തത് ഞങ്ങളാണ് ഗൈസ്. ഞങ്ങൾ ഇവന്റെ ഫാമിലി ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ആസ്റ്ററിലെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി വവ്വാൽ കിറ്റ് നീ എടുത്തോ. എനിക്ക് വയ്യ. അപ്പൊ ഗൈസ് എന്റെ ആ ഒരു ആഗ്രഹം ഞാൻ തീർത്തു. ഞാൻ ഗ്രാജുവേഷൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്കിത് വേറെ ഞാൻ തന്നെ എന്റെ ഹസ്ബൻഡ് ആണ്. 2 മാസത്തെ ക്രാഷ് കോഴ്സിന് ഞാൻ വിട്ടിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരുവാ. എന്റെ ഹസ്ബൻഡിന്റെ കോപ്പറേഷൻ ഇല്ലായിരുന്നെങ്കിൽ, അവൻ പാത്രം കഴുകി തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ എത്താൻ പറ്റത്തില്ലായിരുന്നു. ഹസ്ബൻഡ് ചുമ്മാ ഷോ കാണിച്ച് നടക്കുക. ചുമ്മാ ഷോ കാണിച്ച് നടക്കുക. നീ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത ഇതൊക്കെ കിട്ടും. പിന്നെ സ്പിന്നെ വീലിന് ഒരു ഓപ്ഷനും കിട്ടും. ഞാൻ എടുക്കുന്നുണ്ട്. Hearing. Thank you. Thank you.
നമ്മൾ കഴിക്കാനായിട്ട് ഡിക്സി ചിക്കനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും ഉണ്ടായിരുന്നോ? ഞങ്ങളിങ്ങനെ ജങ്കൊന്നും കഴിക്കാത്തതാണ് ഗൈസ്. ഇപ്പൊ അതെ, ഇന്ന് അശ്വിന്റെ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് കളിക്കാൻ പറ്റുമോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ കയറാൻ. നമുക്ക് നിങ്ങൾ എൻ്റെ കൂടെ കയറിക്കോ. പക്ഷെ ഞാൻ വലതുകാലൊക്കെ വെച്ച് കയറിയിട്ടുണ്ട്. എനിക്കിവിടെ കയറിയാൽ ഭ്രാന്താവുന്ന അഭി പറഞ്ഞത് ആവും തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ എല്ലാം ഭ്രാന്തായി പോവും. എല്ലായിടത്തും നിറച്ചും കളക്ഷനാണ്. അപ്പം ഞാൻ അവന്മാരെ മിസ് ചെയ്തു. അവരെങ്ങോട്ട് പോയെന്നോരും എനിക്കറിയത്തില്ല. പക്ഷെ ഫോൺ എൻ്റെ കയ്യിലോണ്ട് വിളിക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പോകാൻ നോക്കുക. കാരണം അവിടെയാണ് ഗേൾസിൻ്റെ സെക്ഷൻ. പക്ഷേ എസ്കലേറ്റർ വർക്കിംഗ് അല്ല. നമ്മളിവിടെ ലൂപ്പിൽ കിടന്ന് കറങ്ങുന്ന പോലായിരുന്നു. ഞാൻ ഈ എസ്കലേറ്റർ തപ്പിക്കൊണ്ടിരിക്കുക മേളിലേക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും ഭ്രാന്താവുന്നുണ്ട് ഗൈസ്. യാ, ഗേൾസിൻ്റെ സെഷനൊക്കെ എന്താ എനിക്ക് വാങ്ങി എന്താ വേണ്ടേ? ഈ സെയിം സാധനമാണ് ബോംബെയില് എന്തായാലും പ്ലേ ചെയ്ത് നോക്കിക്കണ്ടോ? അതൊക്കെ മേടിക്കാതിരിച്ചോ? ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അശ്വിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇനി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഈസ് മീ അഖില ആൻഡ് അഭിജിത്ത് വീഡിയോയുടെ ബാക്കിലുണ്ട്. വി ആർ സൈനിങ് ഓഫ് ഫ്രം ആസ്റ്റൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ കാണാം ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.